ഞാൻ ദീപയിലേക്ക്. ദീപ, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരൊറ്റ വാചകം മാത്രം താങ്കളുടെ ശ്രദ്ധയിലേക്ക്. ഏതെങ്കിലും വനിത, നമുക്കിത് ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ, ഹേമ കമ്മിറ്റി ക്രിമിനൽ കേസെടുത്ത് അന്വേഷിക്കണമെന്ന ഒരു ശുപാർശ ചെയ്തിട്ടില്ല. നിയമമന്ത്രി എന്നത് പറഞ്ഞു, മുഖ്യമന്ത്രി അത് പറഞ്ഞു. ആ സാഹചര്യം നിൽക്കുന്നു. അതിൻ്റെ ഒരു ഫോക്കസിനെ കുറിച്ചും നമുക്കാർക്കും തർക്കമില്ല. അപജയമുണ്ട്, ആ അപജയം ഭാവിയിൽ സംഭവിക്കരുത് എന്ന നിലയിലാണ് കമ്മിറ്റി ശുപാർശകൾ വെച്ചിട്ടുള്ളത്. ജസ്റ്റിസ് ഹേമയുണ്ട്, നടി ശാരദയുണ്ട്, KB വത്സലകുമാരി എന്ന് പറയുന്ന IS ഉദ്യോഗസ്ഥൻ, ഇവരെല്ലാം അതിൽ വന്നതാണ്. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് ഏതെങ്കിലും വനിത എന്ന് വെച്ചാൽ ഈ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി കൊടുത്ത ഏതെങ്കിലും ഒരു വനിത പരാതി നൽകാൻ മുന്നോട്ട് വന്നാൽ ഉചിതമായ നടപടി ഉണ്ടാകും. എത്ര ഉന്നതനായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. നമ്മൾ ഓർക്കേണ്ട എന്താണ്, ഇപ്പോൾ നടി രഞ്ജിനി മൊഴി കൊടുത്തയാളാണ്. ഈ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഹൈക്കോടതിയെ സമീപിച്ചു. ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട്, ഇത് പുറത്തു വന്നാൽ എനിക്കത് താങ്ങാനാവില്ല, അല്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് പറയുന്നൊരു നിലപാട് സ്വീകരിച്ച, ആ ആംഗിളിൽ ഒരു നിലപാട് സ്വീകരിച്ച നടിയെ നമ്മൾ കണ്ടു. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഇതിനകത്ത് നിൽക്കുമ്പോൾ പരാതി വേണ്ടേ ദീപ? എൻ്റെ ചോദ്യം അതാണ്, പരാതി വേണ്ടേ? ഞാൻ പറയട്ടെ ശരത്, ഇപ്പൊ ശരത്ത് തന്നെ പറയണ്ടായി, പരാതി കൊടുത്തവർ തന്നെ എൻ്റെ പേര് പുറത്തു വരുമോ, അല്ലെങ്കിൽ എനിക്ക് പരാതിയല്ല മൊഴി കൊടുത്തവർ തന്നെ ഇങ്ങനെ പറയുന്നു എന്ന് പറയുമ്പോൾ അവിടെ മൊഴി കൊടുത്തവർക്ക് ഒരു കംഫർട്ടബിൾ സോൺ ഉണ്ടാക്കിക്കൊണ്ട് ഈ പ്രശ്നത്തിന് അതീവ ഗുരുതരമായ ഒരു പ്രശ്നമാണിത്. ഇത് നിങ്ങൾ എനിക്ക് നിങ്ങൾ പറയുന്ന കേൾക്കുമ്പോൾ ഇത് എത്ര ലാഘവത്തോടെ ഇത് കാണുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് എന്ന് വെച്ചാൽ ഈ ഒരു റിപ്പോർട്ട് 5.5 വർഷം പൂഴ്ത്തി വെച്ചത് തന്നെ ഇത്ര ലാഘവത്തോടെ കണ്ടതുകൊണ്ടാണ്. ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ വരി, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആദ്യത്തെ വരി വായിച്ചാൽ പോലും ശരത്, ഇതിന്റെ ഉള്ളിലുള്ള ഉള്ളടക്കം എത്ര ഭീകരമായിരിക്കും എന്ന് പ്രതിഫലിപ്പിക്കുന്ന വരികളാണ് ആദ്യം തന്നെ അവർ അതിൽ കുറിച്ചിരുന്നത്. തീർച്ചയായിട്ടും ദീപയുടെ അഭിപ്രായത്തിൽ ആർക്കെതിരെ ഇവിടെ അല്ലെങ്കിൽ എന്താണ് ഇന്റേണൽ കംപ്ലൈന്റ് സെൽ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഈ ഇന്റേണൽ കംപ്ലൈന്റ് സെല്ലിന്റെ സെല്ലില് ഇരിക്കുന്നത് ആരോടാ അവർ പരാതി പറയുന്നത്? ഈ പരാതി പറയുന്നത് ആരോടാ പറയുന്നത്? ഗവൺമെന്റിന്റെ അതോറിറ്റിയോടാണോ? അല്ലെങ്കിൽ ഇന്റേണൽ കംപ്ലൈന്റ് സെല്ലില് ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു അതോറിറ്റി, ഒരു റെപ്രസെന്റേഷൻ ഉണ്ടോ? സിനിമാ മേഖലയിലെ കൊടികുത്തിയ ഫ്യൂഡലിസം ഉണ്ട് എന്ന് പറയുന്ന മാടമ്പിമാർ 15 അംഗ പവർ ഗ്രൂപ്പ് ഇതിന്റെ അകത്തുണ്ട് എന്ന് പറയുമ്പോൾ ഈ 15 അംഗ ഒരു അതിലെ അംഗങ്ങളിൽ ഒരാൾ എക്സ്റ്റേണൽ ബോഡി ആയിരിക്കണം, ഒരു വനിതാ അംഗമായിരിക്കണം. അങ്ങനെയാണ് ഇത് വരിക. സിനിമയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ഉണ്ട്. ദീപ അതറിയാത്ത ആളല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് എല്ലാ മേഖലയിലും ഉണ്ട് എന്ന് പറഞ്ഞത് ലഘൂകരിക്കാൻ കഴിയോ? ഇതിന്റെ അകത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂപ്പർ സ്റ്റാറുകളെയോ അല്ലെങ്കിൽ ആ സ്റ്റാർഡമിൽ നിൽക്കുന്ന വനിതകളെ കുറിച്ച് മാത്രമല്ല ശരത്ത് നമ്മൾ ചിന്തിക്കാനുള്ളത്. അവിടെ എക്സ്ട്രാ നടികളായിട്ടുള്ളവരുണ്ട്, അവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്, അവിടെ ഭക്ഷണം പാകം ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ ഒരു ശുചിമുറി ഇല്ലാത്ത അവസ്ഥ, ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു ഫെസിലിറ്റി, കുറ്റിച്ചെടിയുടെ മറവിൽ നിന്ന് ഡ്രസ്സ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ. ഈ ലൈംഗികത എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു കാര്യം മാറ്റി നിർത്തിയാൽ പോലും ഗവൺമെന്റിന് ഡയറക്റ്റ് ഇടപെട്ടുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്ന് ചെയ്യേണ്ട അവിടെയാണ് റെഗുലേറ്ററി കമ്മീഷൻ എന്ന ആശയം ഈ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സിനിമയെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഈ മയക്കുമരുന്ന് മാഫിയയോ ഈ സിനിമയിലെ ലോബിയെയോ സപ്പോർട്ട് ചെയ്യുന്ന സമീപനമാണ് ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ഒരു ആശയം. റെഗുലേറ്ററി കമ്മീഷനാണ് കേസ് എടുത്തു, പോക്സോ കേസ് എടുത്തു എന്ന് പറയുന്നതിൽ എന്ത് ന്യായീകരണമാണുള്ളത്? അത് ന്യായീകരണമാണോ? നടന്ന കാര്യം ഉടനെ അഡ്വക്കേറ്റ് അനിൽകുമാർ കൊണ്ടുവരുവാണ് സോളാർ കേസിന്റെ കാര്യം. സോളാർ കേസ് നിങ്ങൾ തന്നെയല്ലേ ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള താഴെ തട്ട് തൊട്ട് മേളറ്റം വരെയുള്ള അന്വേഷണ ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിച്ചത്? ഇലക്ഷന് തൊട്ടു മുമ്പ് പരാതിക്കാരിയെ വിളിച്ചു വരുത്തി കാണിച്ച ആർജവം ഈ സിനിമാ മേഖലയിലെ പാവപ്പെട്ട ആളുകൾക്ക് എന്തുകൊണ്ട് ആ സപ്പോർട്ട് ഈ ഗവൺമെന്റ് കൊടുത്തില്ല? അപ്പൊ കൃത്യമായിട്ടും വേട്ടക്കാരനൊപ്പമാണ് ഈ ഗവൺമെന്റ് എന്ന് തെളിയിക്കുന്നതല്ലേ അത്? നിങ്ങളിവിടെ മന്ത്രി മെറിറ്റിൽ സംസാരിച്ചേ പറ്റൂ. പ്ലീസ്, നിങ്ങൾ ഇത്രയും നേരം സംസാരിച്ചത് കേട്ടു. ഞാൻ ചോദിക്കുന്നത് ആർക്കെതിരെ കേസെടുക്കണം? ദീപ പറയൂ. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ചർച്ചയിൽ പേര് പറയൂ. ആർക്കെതിരെ കേസെടുക്കണം? ദീപ പറയൂ. നേരത്തെ ശ്രീ അനിൽകുമാർ ചോദിച്ചു ആർക്കെതിരെ കേസെടുക്കണം.
ആർക്കെതിരെയാണ് കേസെടുക്കേണ്ടത്? റിപ്പോർട്ടിലെ കൃത്യമായിട്ട് പേരുകൾ 15 അംഗ ലോബി എന്ന് പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആരാണെന്ന് പറയേണ്ട ബാധ്യത ഗവൺമെന്റിനുണ്ട്. അത് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളൊക്കെ പൈസ കൊടുത്തിട്ടാ പോയി സിനിമ കാണുന്നത്. ഇതൊരു വിനോദോപാധിയാണ്. ഞങ്ങൾ പോയിട്ട് കാണുന്ന സമൂഹത്തിലെ തിന്മയ്ക്കെതിരെ പ്രതികരിക്കുന്ന നിയമപാലകരായിട്ട് അവരുടെ പവർ ഗ്രൂപ്പ് അതാണ് പവർ ഗ്രൂപ്പ് 15 അംഗ പവർ ഗ്രൂപ്പ് അവരുടെ മനസ്സിൽ അവരെ കണ്ടുപിടിക്കണ്ടേ? രക്ഷിക്കേണ്ട മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു സിനിമയിൽ മതി വില്ലന്മാർ, സിനിമാ വ്യവസായത്തിൽ വില്ലന്മാർ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടും വിധം എങ്ങനെ ഇടപെടും?